നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും, ഓൾറെഡി ഇത് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഡാറ്റ ഓൺഷിപ്പ് പ്രോട്ടോകോൾ ടെസ്റ്റ് നെറ്റും കാര്യങ്ങളൊക്കെ. അതിനത് കഷ്ടപ്പാട് തന്നെയായിരുന്നു. ആ ഒരു ടെസ്റ്റ് നെറ്റ് ചെയ്തിട്ട് ഇവരുടെ റിവാർഡ് നമ്മൾ ക്ലെയിം ചെയ്യണമെങ്കിൽ തന്നെ അവിടെ തന്നെ $5 കൂടുതൽ ഫീ വരും. പിന്നെ ഈ ഒരു സംഭവം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഈ ഒരു എതേറിയം ഇതിലല്ലേ, അപ്പോൾ എതേറിയം ഫീ കൊടുക്കണം. അതിന് തന്നെ $2-3 കൂടുതൽ എതേറിയം ഫീ വരും. എല്ലാം കൂടെ നമുക്കൊരു $9-10 ഫീ വരും. ഈ ഒരു സാധനത്തിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കാം. ഇത് വലിയൊരു സ്കാമാണ്, ഡാറ്റ ഓൺഷിപ്പ് പ്രോട്ടോകോൾ, അതായത് ഡോപ്പ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇത് ഓൾറെഡി പ്രീ സെയിൽ ആൾക്കാർ മേടിച്ച് 0.08-നാണ്. അപ്പോൾ ലിസ്റ്റ് ചെയ്ത് 0.001. അപ്പോൾ അവിടെ നിന്നൊരു 0.01 എത്തിയാൽ ഇപ്പം ഒരു $100 ഇപ്പം 1250 ടോക്കൺ കിട്ടും. 0.08 ആ ഒരു പ്രീ സെയിലിന് ആളുകൾ മേടിച്ചവരുടെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണെന്നറിയാം? ആ ഒരു $100 സ്ഥാനത്ത് $13. അതായത് അവിടെ എതേറിയത്തിൻ്റെ ഫീയും പോയിട്ടുണ്ട്. അത് നമ്മൾ കൂട്ടുന്നില്ല, അത് കൂട്ടണമല്ലോ. അപ്പോൾ അതുകൂടെ കണക്ക് കൂട്ടിയാൽ ഈ ഒരു മേടിച്ചിട്ട ആളുകൾ നല്ല രീതിയിൽ ലോസ്. പിന്നെ ടെസ്റ്റ് നെറ്റ് റിവാർഡെന്ന് പറഞ്ഞ് ഇവർ കൊടുത്തവരും ഒരു കാര്യമില്ല, ലോസ് തന്നെ. $1 കഷ്ടിച്ച് പ്രോഫിറ്റ് കിട്ടിയാലായി. അല്ലാതെ പലതും ഫ്രീ ആയിട്ടൊക്കെ തരുന്ന കുറേ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. പരമായാലും നിബ്രു ആയാലും അതൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് വലിയ ചിലവില്ലായിരുന്നു. നിബ്രുവിന് ഒരു ചിലവില്ലായിരുന്നു. അതൊരു $30-40 കിട്ടിയിരുന്നു. പക്ഷേ ഈ ഒരു പിന്നുള്ളത് പരമാണെങ്കിൽ ആർബിട്രോ എതേറിയം മതി, അതൊരു $1.5 താഴെയുള്ള അത് ഫീ വരുത്തുള്ളൂ. എന്നാലും അതത്രയും കിട്ടിയിരുന്നു. ഇത് വലിയൊരു സ്കാമാണ്. ഇത് ഇൻവെസ്റ്റർമാരും അതുകൊണ്ട് ടെസ്റ്റ് നെറ്റ് ചെയ്തവർ ഈ 467 ടോക്കൺ എന്ന് പറയുമ്പം ഇവരുടെ ഒരു മെമേക്കോയും പോലെ തന്നെയാണ് ഇത് വന്നത്. നിങ്ങൾ നോക്കിയറിയാം, ഇതിൻ്റെ ഹ്യൂജായിട്ടൊരു സപ്ലൈ ഉണ്ട്. അപ്പം ഇൻവെസ്റ്റ് ചെയ്തവരെ മൊത്തത്തിൽ ഇവർ ഭയങ്കരമായിട്ട് ഫണ്ട് റേസ് ചെയ്തെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഇനി ഇതുകൂട്ടൊക്കെ ഉടായിപ്പ് പ്രൊജക്റ്റുകൾ വരും. നിങ്ങൾ പ്രീ സെയിലൊന്നും മേടിക്കാതിരിക്കുക. പിന്നെ ഇതുകൂട്ട് എതേറിയത്തിന് ചെയിനി വരുന്ന സംഭവങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അപ്പോൾ അല്ലാതൊക്കെ ഈ ഒരു സോഷ്യൽഫൈ വഴിയൊക്കെയുള്ള കുറേ എയർ ഡ്രോപ്പുകളുണ്ടല്ലോ, ട്വിറ്റർ, അതായത് എക്സ് അക്കൗണ്ട് വഴി, അങ്ങനെയൊക്കെ ഉള്ളത് നോക്കുക, ഫ്രീ ആയിട്ടുള്ളത്. ഈ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ക്ലെയിം ചെയ്യേണ്ട സമയത്ത് പൈസ കൊടുക്കേണ്ടതൊക്കെ ഉള്ളത് വളരെ നഷ്ടം. ഇതുകൂട്ട് തന്നെയായിരുന്നു ബബിൾസ് എന്നൊരു എയർ ഡ്രോപ്പ്. അതും ഭയങ്കര അൾട്രാ തട്ടിപ്പായിരുന്നു. നല്ല തട്ടിപ്പെന്ന് വെച്ചാൽ നല്ല തട്ടിപ്പ്. അപ്പോൾ ഇതൊരു നല്ലൊരു സ്കാമാണ് ഡോപ്പ്. അപ്പം ഒരുപാട് പേര് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തവരായിക്കോട്ടെ, അല്ലാതെ ഇപ്പോൾ ഒത്തിരി വാലറ്റ് ക്രിയേറ്റ് ചെയ്തവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രയോജനം കാണും. ഒത്തിരി ഇവിടെ റഫറൽ ആഡ് ചെയ്തവർക്ക് ഒരു 5000 ഡോപ്പൊക്കെ കിട്ടിയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഫീ അടക്കം കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. എന്ന് പറഞ്ഞാലും ഭയങ്കര ഒരു നഷ്ടം തന്നെയായിരുന്നു ഡാറ്റ ഓൺഷിപ്പ് പ്രോട്ടോകോൾ. ഇവർ പറയുന്ന പോലെ ഇതൊരു മെമേക്കോയിനെക്കാട്ടി ഒരു കഷ്ടം തന്നെ ആയിപ്പോയി. ഇവർ പറയുന്ന തള്ള് കേൾക്കുമ്പോൾ എത്രയോ ഫണ്ടുകൾ റേസ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് ഭയങ്കരമായിട്ട് പ്രൊജക്റ്റാണ്, ഒരു $0.50 വരെ എത്തുമെന്നൊക്കെ എല്ലാവരും വിചാരിച്ചു. പക്ഷേ ഒന്നും എത്തിയില്ല. ഇതൊരു നല്ലൊരു സ്കാമായി. ഒരുപാട് പേരുടെ പൈസ പോയി. ഇനി ഇപ്പോൾ ഇവർ പറയും മാർക്കറ്റ് ഇതാണ്, അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ലിസ്റ്റ് ചെയ്ത പ്രൈസ് തന്നെ ഈ ഒരു പ്രീ സെയിലിന് കൊടുത്ത പ്രൈസിനെക്കാട്ടി താഴെ ലിസ്റ്റ് ചെയ്ത്. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ ഒരു മാർക്കറ്റിനെ കുറ്റം പറയുന്നത്? മാർക്കറ്റ് ഓക്കെ, മാർക്കറ്റ് ഇടമ്പാണ്. എന്നിരുന്നാലും ലിസ്റ്റ് ചെയ്ത പ്രൈസിലാണെങ്കിൽ അവിടെ നിന്ന് ഇച്ചിരി കൂടെ കയറിയിട്ട് താഴെയായാലും ആ ഒരു ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഒരു ലാഭം കിട്ടിയേനെ. ഇതൊന്നുമില്ല. ഇതിപ്പോൾ കുറേ പേര് സ്റ്റേക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ആ സ്റ്റേക്ക് ചെയ്തിട്ടേക്കുന്നതായാലും കുറേ കഴിയുമ്പോൾ ഇതിനൊരു വാല്യൂവും കാണത്തില്ല. അപ്പം നമുക്ക് നോക്കാം. ഇത് നല്ലൊരു സ്കാമായിരുന്നു, ആളുകളെ ഒരുപാട് പറ്റിച്ചു. അതിനൊരു ജസ്റ്റ് ഇതിനെക്കുറിച്ചൊരു നിങ്ങൾക്ക് ഒരു അറിവ് തരാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുകൊണ്ടുള്ള തട്ടിപ്പിലൊന്നും ചെന്ന് ചാടാതിരിക്കുക.